ഏറ്റവും അധികം മദ്യത്തിന് എതിർത്ത ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിലുണ്ടായിരുന്ന കെ കരുണാകരനായിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ മദ്യം മരുന്നിന് പോലും എടുക്കാൻ സമ്മതിക്കാതിരുന്നൊരു നേതാവായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ തുടങ്ങിയതിന്? കാരണം ചില ആളുകൾ ഇത് കുടിച്ചേ തീരുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നല്ല മദ്യം കൊടുക്കുക. അല്ലെങ്കിൽ അന്ന് ഈ വൈപ്പിൻ ദുരന്തം ഉണ്ടായപ്പോഴാണ് അദ്ദേഹം ഈ കോർപ്പറേഷനെക്കുറിച്ച് ചിന്തിച്ചത്. ആളുകൾ കൂട്ടത്തോടെ വന്ന് കുടിച്ച് കൂട്ടത്തോടെ മരണപ്പെട്ട സംഭവം ഉണ്ടായി. ആക്ഷൻ എടുത്ത് ഗവൺമെൻറ് ആക്ഷൻ എടുത്താൽ മരിച്ചാൽ തിരിച്ചു വരില്ലല്ലോ. അപ്പോൾ കുടിക്കുന്നവർക്ക് നല്ല മദ്യം കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് ബിവറേജസ് തുടങ്ങിയത്. സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത് വീര്യം കുറഞ്ഞ മദ്യം ആകുമ്പോൾ ആൾക്കാർ ഈ വീര്യം കൂടിയത് കഴിക്കില്ലല്ലോ. അതെ. പക്ഷേ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യണം? ഇതൊക്കെ ഘട്ടം ഘട്ടമായി കുറയ്ക്കണം. അതാണ് ഉമ്മൻചാണ്ടി ചെയ്തത്. സത്യത്തിൽ അന്ന് ഇത് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്നായിരുന്നു. അപ്പോഴേക്കാണ് LDF സർക്കാർ വന്നിട്ട് അങ്ങ് വ്യാപിച്ചത് ഈ മദ്യം. അപ്പം ഞങ്ങൾ നോക്കുന്നതും വീര്യം കുറഞ്ഞ മദ്യമാകുമ്പോൾ ജനത്തിന് അങ്ങനെ ആരോഗ്യത്തിന് ഒരു പരിധി വരെ ബാധിക്കുള്ളൂ, അതിൽ കൂടുതൽ ബാധിക്കില്ല. പക്ഷേ അതേ സമയത്ത് ഇത് ഘട്ടം ഘട്ടമായി നിർത്തി ഭാവിയിൽ ഒരു പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്ത് പറ്റും അറിയുമോ? ഒരു സഡൻ നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ അത് ചീറ്റിപ്പോവും. ഈ ലഹരി ഉപയോഗിക്കുന്നവൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വേറെ ലഹരിക്ക് പോവും. അത് ഏറ്റവും അപകടമാണ്. കറക്റ്റ്. അപ്പോൾ ആ ലഹരിയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ അവർക്ക് കുടിക്കുന്നത് നല്ലൊരു അവരുടെ ശരീരത്തിനെ കാര്യമായി ബാധിക്കാത്ത, ഈ മദ്യം അല്ലെങ്കിൽ മൊത്തമായിട്ട് ബാധിക്കും, എന്നാലും കാര്യമായി ബാധിക്കാത്ത മദ്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിനാണ് ബിവറേജ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ലക്ഷ്യം അതായിരുന്നു. അല്ലാതെ ഇതൊന്നും ഏതെങ്കിലും കമ്പനിയുടെ നിന്ന് കാശ് വാങ്ങണമെന്നില്ല. കമ്പനിക്കാർ കാശ് കൊടുക്കുന്നത് എതിനറിയോ? വീര്യം കൂടിയത് വിൽക്കാനാണ് അവർക്ക് താല്പര്യം. വീര്യം കുറഞ്ഞതിനോട് താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സദുദ്ദേശത്തിലാണ് UDF ഇങ്ങനെ നയം സ്വീകരിച്ച്. പക്ഷേ അതിനെക്കുറിച്ച് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. അത് മുഖ്യമന്ത്രി നിയമസഭയിൽ എല്ലാ കാര്യവും ക്ലിയർ കട്ടായിട്ട് പറഞ്ഞില്ല. അതിലും ആർക്കൊരു സംശയമില്ലല്ലോ. സത്യം പറഞ്ഞാൽ 2 ദിവസം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളെയും അദ്ദേഹം തച്ചുടച്ചല്ലോ നിയമസഭയിൽ. അത് തന്നെ ക്ലിയറായില്ലേ? പിന്നെയും പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്ന നടന്നിട്ട് കാര്യമില്ലല്ലോ.